Welcome to A Day in My Life in the UK. Successfully. ആക്ച്വലി 1 വീക്കായി ഞാൻ യു കെയിലെത്തിയിട്ട്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് കേട്ടോ എത്തിയത്. ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലാണ്. നമുക്ക് ക്ലാസ് ഒരു ഓൾമോസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ടാവുന്നത്. ഇവിടെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ്. ഇവിടെ ഓൾമോസ്റ്റ് സമ്മറാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ സമ്മറാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിൻ്ററാണ്. ലൈക്ക് വെയിലുണ്ട്, ആ വെയിൽ നമ്മളുടെ നമ്മൾ സൺലൈറ്റ് കൊള്ളുമ്പോൾ നല്ല ചൂടുണ്ട്, പ്ലസ് നമ്മൾ കുറച്ച് മാറി തണലത്ത് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പുമുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. ഇപ്പോഴാണ് ഇവിടുത്തെ ഒരു സമ്മറാണ്. ഇവിടെ ഇതാണ് സമ്മർ. ഞാനിപ്പോൾ കാണിക്കുന്ന ഇവരുടെ ഒരു സെമിത്തേരിയാണ്. ഇവർ ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബിൽഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അവരതെല്ലാം പ്രിസർവ് ചെയ്യും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു ബിൽഡിങ്സൊക്കെ. എല്ലാ വീടിനും ഒരു ഈക്വൽ സ്ട്രക്ചർ ആയിരിക്കും, ഡിഫറെൻറ്റ് ലൈൻസ് ആയിരിക്കും. അവിടെ എല്ലാം ഇപ്പോൾ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കുറച്ച് പാടാണ്. എല്ലാ വീടും ഓൾമോസ്റ്റ് ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും വിത്തൗട്ട് മാപ്പ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈവിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്. ഇവിടെ റൂൾസ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ അതിനെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് അതിന് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി സെൻറ്ററിലേക്കാണ്. നമുക്കിവിടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ 3ലാണ്. ഇവിടെ നിന്നൊരു സിം എടുക്കാൻ വന്നതാണ്. എനിക്ക് പാകമായിട്ടുള്ള ഡ്രസ്സസ് കുറച്ച് അഫോർഡബിൾ റേറ്റ്സിന് ഇവിടെ കിട്ടിയത് സാറയിൽ നിന്നാണ്, അവിടുത്തെ കിഡ്സ് സെക്ഷനിൽ നിന്നാണ്. ഇവിടെയുള്ള ആളുകൾ നമ്മളെക്കാളും ഡബിൾ ഇൻ സൈസുണ്ട്. അപ്പോൾ അവരുടെ സൈസ് അനുസരിച്ചിട്ടാണ് എല്ലാം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, സൈസായാലും. അതുകൊണ്ട് തന്നെ കിഡ്സിൽ പോകണമെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് റീസണബിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ജാക്കറ്റ് നോക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് പോവുകയാണ്. വെറുതെ ഒരു വാക്കല്ല, കുറച്ച് പ്ലാൻസ് ഉണ്ട്. ടെസ്കോയിൽ പോയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പ്ലസ് ഒരു ഇന്ത്യൻ സ്റ്റോറിലൂടെ പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ടൊക്കെ ഫ്രീസ് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് ദാറ്റ് ഷോട്ട്, ബട്ട് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് യു കെയിൽ ഒറ്റയ്ക്കൊരു ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻസും വറീസും ഉണ്ട്, ബീങ് ആൻ ഇൻട്രോവേർട്ട്. സോ ഇപ്പോൾ ബില്ല് ചെയ്യുമ്പോൾ കൂടെ തന്നെ എനിക്ക് ടെൻഷൻ വന്നിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെയുള്ള ആൾക്കാരാണ്, ഇവിടെയുള്ള നാട്ടുകാരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. ഇവിടെയുള്ള ആളുകൾ പൊതുവേ കോപ്പറേറ്റീവാണ്, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഈവൻ എനിക്ക് ബില്ല് ചെയ്യുമ്പോഴും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അവരാണ് മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ടെസ്കോ വന്ന് ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ്. ആക്ച്വലി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമുക്കിവിടെയുള്ള പ്ലേസും ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ പരിചിതമാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും ഒപ്പീനിയൻസും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ.